ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. സവദീക്ക അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വിടാമ്യൂർച്ചയുടെ ഫസ്റ്റ് സിംഗിൾ സോങ് അണിയർ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടു. ഫസ്റ്റ് സ്പോട്ടിഫൈയിലാണ് ഫസ്റ്റ് പുറത്തുവിട്ടത്. അതിനുശേഷമാണ് യൂട്യൂബിലൂടെ പുറത്തുവിട്ടത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവർ യൂട്യൂബിലൂടെ അത് പുറത്തുവിട്ടത്. ഞാൻ കാണുമ്പോൾ ഏകദേശം 2.8 മില്യൺ വ്യൂസും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ആ പാട്ട്. അത് കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ തന്നെ ഒരു വൈബ് മെറ്റീരിയൽ, തിയേറ്ററിൽ ഒരു വൈബ് മെറ്റീരിയൽ സൃഷ്ടിക്കാനുള്ള ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അറിയാമല്ലോ, അനിരുദ്ധാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെന്ന് പറയുമ്പോൾ എപ്പോഴും ഓളം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ വൈബ് ഉളവാക്കുന്നൊരു പാട്ടുകളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അനിരുദ്ധ് തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത്. അനിരുദ്ധും ആന്റണിദാസനും കൂടെ ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന അറിവാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. വളരെ ഒരു ഒരു തിയേറ്ററിലൊരു തല ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലൊരു വൈബ് മെറ്റീരിയലായിരിക്കും ഈ പാട്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം നമ്മൾ വിഷ്വൽ നോക്കുകയാണെങ്കിൽ അജിത്തിൻ്റെ ആ ഒരു സ്മാർട്ട് ലുക്ക്, അല്ലെങ്കിൽ ഒരു ചെറുപ്പം, അദ്ദേഹം ഇപ്പോൾ നമുക്കെല്ലാവർക്കും സോൾട്ട് ആൻഡ് പേപ്പറൊക്കെ വെച്ച് ഒരു വയസ്സായൊരു ഗെറ്റപ്പിലാണ് അദ്ദേഹം ഇപ്പോൾ. അതിൽ നിന്ന് മാറി ഒരു യങ് ലുക്കിൽ അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിച്ചു. അത് വളരെ സന്തോഷം തോന്നി. കാരണം വളരെ സ്മാർട്ടായിട്ടൊരു പഴയൊരു വിൻറ്റേജ് അജിത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കിനെയാണ്, അതായത് അമർക്കളം ആ ഒരു ടൈമിൽ ഉള്ളൊരു ആ ഒരു മോഡൽ ലുക്കാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള 2010 മുമ്പുള്ള ഒരു അജിത്തിൻ്റെ ആ ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ യങ് ആയിട്ടൊരു ലുക്ക്. അതും പടത്തിനെ സംബന്ധിച്ചോളം വളരെയധികം ഒരു പോസിറ്റീവാണെന്ന് പറയാം. വിടാമ്യൂർച്ചി 2 വർഷത്തോളമായിട്ടിങ്ങനെ തമിഴ്നാട്ടിലിങ്ങനെ ഫാൻസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ പടത്തിന് വേണ്ടി. പൊങ്കലിനാണ് പടം തിയേറ്ററിലേക്ക് എത്തുക. അതായത് ജനുവരി 10 തോന്നുന്നു റിലീസ് ഡേറ്റ് ഇന്നും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ലൈക്കയാണ് പ്രൊഡ്യൂസർ, മകൾ തിരുമേനിയാണ് ഡയറക്ടർ. മകൾ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അജിത്തിനെ പോലൊരു സൂപ്പർ താരത്തെ കൈ കിട്ടുമ്പോൾ ശരിക്കും വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടീസർ ഓൾറെഡി ഹിറ്റായിരുന്നു. ഇപ്പോൾ പാട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അനിരുദ്ധിനെ സംബന്ധിച്ചിടത്തോളം അജിത്തിൻ്റെ ഒരു ഫാൻ ബോയാണ്. അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധും അജിത്തും തമ്മിലുള്ളൊരു മൂന്നാമത്തെ ഒരു കോമ്പിനേഷനാണിത്. ആദ്യ കോമ്പിനേഷൻ വേതാളം, ആലിമാട്ട് പോലും ആ സോങ് മറക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് വിവേകം, മൂന്നാമത്തേതാണ് ഇപ്പോൾ വിടാമ്യൂർച്ചി. മൂന്നും ബി, അതായത് ബി ആണ് മൂന്നും. വേതാളം, വിവേകം, വിടാമ്യൂർച്ചി, അനിരുദ്ധും അജിത്തും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. ഏതായാലും ചിത്രം പൊങ്കലിൻ്റെ തിയേറ്ററിലേക്ക് എത്തും. അജിത്തും തൃശ്ശയുമാണ് ഈ പാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അജിത്തിൻ്റെ പേരായിട്ട് തൃശ്ശയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതും വളരെ മനോഹരമായൊരു ജോഡിയാണെന്ന് പറയാം. കാരണം കിരീടം, ജി, എന്നെ അറിയുന്ന ആൾ, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വളരെ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഇവരുടെ ഒരു കോമ്പിനേഷനാണ് ഈ ചിത്രം എന്ന് പറയുന്നത്, വിടാമ്യൂർച്ചി. എന്നെ അറിഞ്ഞാലിന് ശേഷം ഇരുവരും തമ്മിൽ ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണ് ഈ ചിത്രം. ഏതായാലും ചിത്രം പൊങ്കലിന് തിയേറ്ററിലേക്ക് എത്തും. വളരെ വൈബുളവാക്കുന്ന, തിയേറ്ററിലൊരു വൈബ് സൃഷ്ടിക്കുന്ന ഒരു സോങ് ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. അജിത്തിൻ്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം. 2023 തുനിവായിരുന്നു അവസാനമായിട്ട് തിയേറ്ററിലേക്ക് എത്തിയത്. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.